സർ, പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയിരിക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മേഖലകളിൽ അവിടെ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുരേന്ദ്രൻ തുടങ്ങി നിലനിർത്താൻ പറ്റും ക്രിസ്ത്യൻ മേഖലകൾ. ഇപ്പോൾ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയിൽ ഈ കോൺഗ്രസ് ഡൈനാസ്റ്റിയിൽ ഇവരുടെ കുടുംബം അറിയാമല്ലോ. ഈ കുടുംബം രാഹുൽ ഗാന്ധി വന്നു, രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചു. വയനാടിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ചെയ്തോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. അദ്ദേഹം വരുന്നതിനെക്കാട്ടിലും കൂടുതൽ അവിടെ കാട്ടാന വന്നിട്ട് പോയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ മൊത്തം പറയുന്നത്. എന്നിട്ട് രാഹുൽ ഗാന്ധി റായ്ബറയിലേക്ക് പോയി. കാട്ടാന അവിടെ ഉണ്ട്, വന്നുകൊണ്ട് ആവശ്യമില്ല. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധി വന്നു. പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ അവിടെ മത്സരിച്ചു. എൻ്റെ മക്കളാണ്, മറ്റേ ജഗതി പറയുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ എന്നൊക്കെ പറഞ്ഞാണ് പ്രിയങ്ക ഗാന്ധി വലിയ രീതിയിൽ ഷോ ഒക്കെ കാണിച്ചിട്ട് പോയത്. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഡൽഹി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJP സ്മൃതി ഇറാനിയെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കാൻ പോകുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സ്മൃതി ഇറാനിയാണ് അവിടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആക്കുക. സ്മൃതി ഇറാനി ഇപ്പോൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ അവിടെ അതിഷിയുണ്ടല്ലോ. അതിഷി നമ്മുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വലം കൈയാണ്. അവരെ പെട്ടെന്ന് താഴെ ഇറക്കി സ്മൃതിയെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ കണക്കൂട്ടുന്നത് അങ്ങനെയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ ഡൽഹിയിൽ നിർത്തിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ്സിന് ഷീലാ ദീക്ഷിത്തിന് ശേഷം തിരിച്ചു വരാനുള്ള ഒരു വലിയൊരു മാർഗം അവിടെ തെളിഞ്ഞു വരും എന്നാണ് പറയുന്നത്. അത് സാധ്യമാകുമോ? പ്രിയങ്ക ഗാന്ധി നിൽക്കുമോ എന്നുള്ള എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ വയനാട് വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വരേണ്ടി വരും. ജനങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. അങ്ങനെ ഇവർ തമ്മിലൊരു ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സിറ്റുവേഷൻ? മണ്ടന്മാരാ കോൺഗ്രസ്സുകാർ. അതിശീനെ നിങ്ങളെടുത്ത് അതിശീൻ്റെ കാര്യം അവർ നിങ്ങൾക്ക് എതിർപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ വളരെ കൃത്യമായി ജനങ്ങളുടെ പ്രവർത്തിച്ച് വന്നിട്ടുള്ള മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള കാര്യപ്രവർത്തിയുള്ള ഒരു ലേഡിയാണ്. അല്ലാതെ ഏതെങ്കിലും സ്പൂൺ ഫീഡ് ചെയ്ത് വന്നൊന്നല്ല. രണ്ട്, സ്മൃതി ഇറാനി ആയകത്ത് എടുത്തിയാട്ടം കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഡൽഹിയിലെ ദൗലാക്ക് മോൻ ആ പ്രദേശത്തിൻ്റെ ചെയ്ത് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ആളാണ്. നമുക്ക് ഡൽഹിയിലെ പ്രശ്നങ്ങളറിയാം, ഭരണപരിചയമുണ്ട്, പിന്നെ നന്നായി സംസാരിക്കും. ഇങ്ങനെ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം എന്താ, ഇതൊന്നും പ്രിയങ്ക ഗാന്ധി ഈ USB ഒന്നുമില്ല. പണ്ടത്തെ ഡൽഹിയിലാണ് നെഹ്റു കുടുംബം, ഇന്ദിരാ കുടുംബം എന്നൊക്കെ വന്ന് രക്ഷപ്പെട്ടു പോയത്. ഇപ്പോൾ അതല്ല. സ്വാതന്ത്ര്യാനന്തരം വന്ന മൂന്നാമത്തെ നാലാമത്തെ ജനറേഷനാണ് പിള്ളേർ. അവർക്ക് നെഹ്റു കുടുംബം അവർക്ക് കാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവർ വോട്ട് ചെയ്യും. അല്ലെ എന്ന് കുടുംബത്തിൽ വന്നെന്ന് വിചാരിച്ച് വോട്ട് ചെയ്യേണ്ട ഒരാവശ്യം അവർക്കില്ല. അതുകൊണ്ട് കേരളം പോലുള്ള ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ അതൊക്കെ നടക്കും. ഗ്രാമീണ മേഖല അതും ഇപ്പം UP പോലും രാഹുൽ ഗാന്ധി തോറ്റതാണ്. ഗ്രാമീണ മേഖലയിൽ പോലും ഇപ്പോൾ അത് നടക്കാത്ത അവിടുത്തെ പോലെ അവസ്ഥ പിന്നെ അല്ലേ ഡൽഹിയിൽ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്ക് ഇപ്പോൾ നേരം വെളുത്തില്ല എന്നുള്ളൊരു ഉദാഹരണമാണ് അത്. രണ്ടാമത് കേരളത്തിലൊക്കെ പ്രിയങ്ക ഗാന്ധിയൊക്കെ ജയിക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഈ വീടിൻ്റെ ഐശ്വര്യം RSS ഹിന്ദുത്വവാദം എന്ന് ബോർഡ് വെക്കേണ്ട അവസ്ഥ. കാരണം വെച്ചാൽ RSS അപ്പുറത്തോട്ടുണ്ട് ഹിന്ദുത്വവാദം സ്ട്രോങ് ആയതുകൊണ്ട്. അപ്പോൾ അവർക്ക് കേരളത്തിലോ മണ്ണ് കൊടുക്കാൻ പാടില്ല എന്നുള്ള ന്യൂനപക്ഷങ്ങൾ ഇവരെ പിന്നെ എസ്പെഷ്യലി വയനാട് ആദ്യം നിർത്തിയാലും കോൺഗ്രസ് പകുതിക്ക് ജമാഅത്ത് ഇസ്ലാമി ഇവരെല്ലാം കൂടെ അങ്ങനെയൊന്നും ജയിക്കുന്നില്ല. സത്യമൊകേരി ഇതിനു മുമ്പ് ഷാനവാസ് അവിടെ വെള്ളം കുടിച്ചാണ്. അന്ന് ഇവർ കൊള്ളാവുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ അന്ന് അവിടെ നിർത്തിയിരുന്നെങ്കിൽ അവർ ജയിക്കുകയായിരുന്നു. പക്ഷെ അവരത് മറ്റേ കാർഡുകൾ സത്യമൊകേരിക്കൊന്നും ജയിക്കാനും പറ്റിയ അതല്ല. എന്ത് സംഭവിച്ചു? വയനാട് മണ്ഡലങ്ങളിൽ വയനാടിലെ നിയമസഭാ സെഗ്മെൻറ്റ് സത്യമൊകേരി ഒന്നാമത് വന്നു. ഈ മലപ്പുറത്തെത്തിയപ്പോൾ ആര് വന്നു? ഷാനവാസ് വന്നു. ഷാനവാസ് മുസ്ലിം പേരുള്ള ചെറുപ്പക്കാരനായ 10,000 വോട്ട് 18,000 വോട്ട് ഭൂരിപക്ഷം. ഇത് ഒരു 10,000 വോട്ടെങ്കിലും ആ പയ്യൻ പിടിക്കും. ഒരു മുസ്ലിം പയ്യൻ്റെ പേരും വന്നാൽ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അവന്മാരെ ഗ്രൂപ്പ് കളി കൊണ്ടും അവന്മാരുടെ പിന്നെ എന്തൊക്കെ ഒരു പ്രശ്നങ്ങളാണ്. അത് പൈസ കൊടുക്കണം. അന്നവിടെ പരിഗണിക്കപ്പെട്ട മുസ്ലിം പയ്യൻ്റെ കാശൊന്നും ഇല്ലാത്ത ആളായിരുന്നു. പിന്നെ ഒരു മുസ്ലിം വേറെ സ്ഥലത്ത് അവർ പരിഗണിച്ചു അവൻ്റെ ഈ കാശും ഈ ജമാഅത്ത് ഇസ്ലാമി സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥിതി. അല്ല, വയനാട് തോൽപ്പിക്കാൻ പറ്റാത്തൊരു മണ്ഡലമൊന്നുമല്ല. പറ്റുകയൊക്കെ ചെയ്യും. പക്ഷെ ആ രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അത് പിടിക്കാൻ പറ്റണം. അതെല്ലാം എന്നിട്ട് കാര്യമില്ല. ഡൽഹി പിടിക്കുക എന്നുള്ളത് അപ്പോൾ ഇത് അല്ലേ ഡൽഹി പിടിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചു. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിനെ വെച്ചുകൊണ്ട് ഡൽഹി പിടിക്കാൻ പറ്റും. ആ കാലഘട്ടം മാറി, ഒരു ജനറേഷൻ മാറിയില്ലേ. അതൊക്കെ പണ്ട് ഇപ്പോൾ നമ്മളൊക്കെ അത് നോക്കി വോട്ട് ചെയ്യുമോ? നമ്മൾ കാര്യപ്രാപ്തി നോക്കിയല്ലേ അത് നോക്കി നല്ല വോട്ട് ചെയ്തു. അത് മനസ്സിലായില്ലേ? അത് മോഡിനെ തോൽപ്പിക്കണമെങ്കിൽ കോൺഗ്രസ് ശക്തിപ്പെടണം. കോൺഗ്രസ് ശക്തിപ്പെടണമെന്ന് വെച്ചാൽ കോൺഗ്രസ് ഈ നെഹ്റു കുടുംബം ശക്തിപ്പെടുന്നാലേ കോൺഗ്രസ് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള ഈ ജമാഅത്ത് ഇസ്ലാമി ഈ സാധനങ്ങളൊക്കെ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു. കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിനുള്ളിൽ തുറക്കം വെച്ച ജമാഅത്ത് ഇസ്ലാമി സാധനങ്ങളാണ്. കലാപം നടക്കുമ്പോൾ RSS അനുകൂലമായ നിലപാടെടുക്കുന്നു. മുസ്ലിം സാധനം വേട്ടയാടപ്പെടുന്നു. ജയിലിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പിന്നെ എന്താണ് ഈ പറയുന്നതിൻ്റെ ഈ കോൺഗ്രസ് ദേശവിരുദ്ധ ശക്തിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായിരുന്നു അവർ. അങ്ങനെ RSSകാരോട് അവർ ജയിലിലായിരുന്നു. അന്ന് RSS ജമാഅത്ത് ഇസ്ലാമി തമ്മിൽ നല്ല ബന്ധമായിരുന്നു. കാരണം കോമൺ ശത്രു ഇന്ദിരാഗാന്ധിയായിരുന്നു. മനസ്സിലായി? പക്ഷേ ഐഡിയോളജിക്കൽ അവർ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും RSSകാർ ചർച്ച ചെയ്യാൻ നടത്താൻ തയ്യാറാണ്. പറഞ്ഞാൽ പണ്ടത്തെ RSS അല്ല ഇന്നത്തെ RSS. ഇന്നത്തെ RSS കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ പവർ കൂടിയുള്ള RSS ആണ്. അവർക്ക് ജമാഅത്ത് ഇസ്ലാമി ഒന്നും അവർക്കൊരു സംഭവമല്ല. വേണമെങ്കിൽ അവർ പോയിട്ട് കോംപ്രമൈസ് ചെയ്താൽ കാഫർ വിളി നിർത്തി ഉള്ളിൽ കൂടെ തുരങ്കം വെക്കുന്ന പരിപാടി അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോൾ RSSകാർ മൈൻഡ് ചെയ്യുന്നുണ്ടാവും. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ കേരളത്തെ
ഈ കേരളത്തിൽ ഹിന്ദുക്കൾ സെക്കുലറിസ്റ്റ് ആണല്ലോ. അപ്പോൾ RSS ആണെന്ന് കേൾക്കുന്നതിന് ഇഷ്ടമില്ലാത്ത ആളുകളാണ് ഭൂരിപക്ഷം കേരളത്തിലെ ഹിന്ദുക്കൾ ഇപ്പോൾ. അപ്പോൾ അവരുടെയൊക്കെ വോട്ട് പിന്നെ എന്താണ്, അപ്പോൾ ഇവരുടെ ഈ ഹിന്ദുക്കളുടെ ഉദാത്ത മനസ്സത ചൂഷണം ചെയ്തുകൊണ്ട് ചൂഷണം ചെയ്യാന്ന് ഞാൻ പറയും. കാരണം കൺസോൾട്ടേഷൻ വരുന്നില്ലേ ഇപ്പോൾ? കൺസോൾട്ടേഷൻ വരുന്നൊക്കെ ഉണ്ട്, എങ്കിലും അത് ഒരു മാർജിനിലേക്ക് ഒരു ത്രെഷോൾഡ് കഴിഞ്ഞ് BJP മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമാണ് അതിനൊരു ജനറലായിട്ട് ആക്സെപ്റ്റൻസ്. ഇപ്പോഴും ഇവിടെ RSS എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവാണ് ഹിന്ദുക്കളുടെ. ഉള്ളിൽ കൂടെ RSS ആവും, അതില്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കായെന്നൊക്കെ പറയുമ്പോൾ പോലും പുറത്ത് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ഇത് നന്നായിട്ട് ഇവന്മാർ ഈ ജമാഅത്ത് ഇസ്ലാമി മറ്റും ഉപയോഗിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമി സെക്കുലർ ഓർഗനൈസേഷൻ ആണ്, എനിക്ക് പ്രശ്നമില്ല. ദേഹ നോട്ടൻ്റെ സെക്കുലർ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഈ ഹിന്ദുക്കളെ കൂടി പിന്നെ ഹിന്ദുക്കൾക്ക് ഈ ഈന്തപ്പനം അധികം കിട്ടില്ലല്ലോ ഇതിൽ ഒപ്പീനിയൻ മേക്കേഴ്സും പലരും. അപ്പം ഗൾഫ് കൊണ്ടുപോയി നല്ല പരിപാടിയിലൊക്കെ പങ്കെടുപ്പിക്കും. നോമ്പ് തുറക്കി വിളിച്ച് ഇവർക്ക് ഹിന്ദുക്കളെ വീട്ടിൽ നല്ല ഭക്ഷണമൊക്കെ വളരെ അപൂർവമായിട്ടില്ല, നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവുക. അതുകൊണ്ട് വരുമാനം ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ചില വീട്ടിൽ നോൺ വെജ് കയറ്റിയില്ല, വിവാദമാവും. അല്ല, ഹിന്ദുസിൻ്റെ വീട്ടിൽ അങ്ങനെ എവിഡൻസ് ഞാൻ കണ്ടിട്ടില്ല. എവിഡൻസ് ഉണ്ടാകുന്ന സമ്പത്ത് വേണം. ഇപ്പോൾ ഹിന്ദുസ് ബേസിക്കലി ആരാണ്? ബേസിക്കലി ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരോ ചെറിയ കച്ചവടക്കാരോ ഒക്കെയാണ്. അപ്പോൾ നമ്മളെ ആളുകൾ അതല്ല. നമ്മളെ ആളുകൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെക്കാട്ടും കൂടുതൽ ഗൾഫും ബിസിനസ്സുകാരാണ്. അവരുടെ വീട്ടിലൊരു എബൻഡൻസ് ഉണ്ട്. ഈ എബൻഡൻസ് മുമ്പ് അപ്പം എപ്പോഴും ഈ നല്ല ഭക്ഷണത്തിനൊക്കെ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇവരിതൊക്കെ ഉപയോഗിക്കും. ബേസിക്കലി ഈ സെക്കുലർ അജണ്ടയോടാണ് ആളുകൾക്ക് താല്പര്യം. പക്ഷേ ഇതൊക്കെ ആളുകൾ ചെറിയ വീക്ക്നെസ്സാണ്. എന്നിട്ട് ഗൾഫ് കൊണ്ടുപോയി 2 പ്രോഗ്രാമിൽ എന്നിട്ട് അത് ഫേസ്ബുക്കിലിടുക. അങ്ങനെ ഇവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ സോക്കോൾഡ് സെക്കുലർ മൂവ്മെൻറ്റിനെ അതിനെ ഡ്രൈവ് ചെയ്യാൻ ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഈ പറയുന്ന സോണിയാഗാന്ധിനെ അവർ സപ്പോർട്ട്, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയെ, കോൺഗ്രസിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ വൺസ് ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മെയിൻ അജണ്ട എന്ന് വെച്ചാൽ ഇപ്പം ഇനി ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സത്യത്തിൽ RSS അവരുടെ നന്ദി പറയണം. RSSനെ വളർത്തുന്ന വലിയൊരു പങ്ക് അവർക്കുണ്ട്. കാരണം ഈ കോൺഗ്രസിനെ നെഗറ്റീവായി ചിത്രീകരിച്ച് സെക്കുലറായ മുസ്ലിംസിൻ്റെ ഇടയിലും സെക്കുലറായ ഹിന്ദുക്കളുടെ ഇടയിലും കോൺഗ്രസ് ഒരു റോഞ്ഞ പാർട്ടിയാണ് എന്നുള്ള ബോധം ഉണ്ടാക്കുന്നതിന് ഈ മുസ്ലിങ്ങൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾക്ക്, ലീഗിനല്ല, നമ്മൾ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയൊരു പങ്കുണ്ട്. പ്രധാനമായിട്ട് ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാലക്കാട് തങ്ങൾ കോൺഗ്രസിന് രാജിവെച്ച് പോയിട്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തില്ല എന്നുള്ളതായിരുന്നല്ലോ ഇവിടെയുള്ള PDPയുടെ ഒക്കെ പ്രശ്നം. അത് പറഞ്ഞുകൊണ്ടാണല്ലോ അവരടുത്ത പിന്നെ എന്താണ് ജില്ലാ കൗൺസിൽ ഇലക്ഷന് മലപ്പുറം വരെ പിന്നെ PDPക്കാർ ലീഗിന് പ്രചാരണം നടത്തി UDFൻ്റെ കയ്യിൽ നിന്ന് മലപ്പുറം പോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പറയുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ സത്യത്തിൽ RSSനെ നല്ലതായി സഹായിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ്ലി കോൺഗ്രസിനെ നശിപ്പിക്കുന്നതിന് BJPനെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഇവരാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ അവരെന്താണ്, ഇവരെ എതിർത്തിരുന്ന അന്ന് RSS രണ്ടാമത്, കോൺഗ്രസിനെ ഒന്നാമത് എതിർത്തുകൊണ്ടിരുന്ന രണ്ടാമത്തെ കക്ഷി ഒന്നാമത് വരികയും അവർ കോൺഗ്രസിനെ പോലെ അല്ലാന്നും അവർ കൃത്യമായിട്ട് മറയില്ലാതെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് അവർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് പിന്നെ ഇവർക്ക് പേടിയായി തുടങ്ങി. പിന്നെ തിരിച്ചങ്ങോട്ട് ഈ ഇന്നസെൻ്റ് മറ്റേ കിലുക്കത്തിൽ പിന്നെ തിലകൻ്റെ വീട്ടിലേക്ക് വന്ന പോലെ മുതലാളി എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിപ്പോൾ കോൺഗ്രസിൻ്റെ പിന്നാലെ പോയി മൊബിലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയൊക്കെ ജയിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്ര ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല. ചിലപ്പോൾ അടുത്ത 2 തവണയൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ തോറ്റു പോകാനും സാധ്യതയുണ്ട്. കാരണം കേരളത്തിലെ മനുഷ്യന്മാർ ബേസിക്കലി എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ ബേസിക്കലി ആളുകൾ പ്രബുദ്ധം മാത്രമല്ല സെൽഫിഷ് ആവും. സ്മൃതി ഇറാനി അവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമോ? ഇവിടെ പിടിക്കാൻ സാധിക്കും? ഡൽഹിയോ പറയാൻ പറ്റില്ല. കാരണം സ്മൃതിക്ക് നെഗറ്റീവും ഉണ്ട്. BJPൻ്റെ RSSനുള്ളിൽ തന്നെ സ്മൃതിക്ക് നെഗറ്റീവും ഉണ്ട്. എടുത്തിയാട്ടക്കാരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു സാധനമുണ്ട്. പിന്നെ അവിടെ വേറൊരു കാര്യം, ആം ആദ്മി പാർട്ടി കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ മോഡി പക്ഷേ അഴിമതി ഇപ്പോൾ എല്ലാ ആരോപണമല്ലേ ഇത്, ആരോപണമല്ലേ, അത് പെർഫോം ചെയ്യുന്നുണ്ട്. അതിപ്പം BJP ഗവൺമെൻറ്റിനെതിരെ എന്തൊക്കെ ആരോപണങ്ങൾ വന്നിരുന്നു, അത് നോക്കണ്ട. അപ്പം മോഡി നമ്മൾ പറയാമല്ലോ, എല്ലാവരും മോഡി ഓട് പൊളിച്ചല്ലല്ലോ വന്നത്, പിണറായി വിജയൻ ഓട് പൊളിച്ചല്ലല്ലോ. ഇവർക്കൊക്കെ ഒരു പോസിറ്റീവ് പെർഫോമൻസിന് ഒരു മാർക്ക് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തുടർഭരണത്തിൽ വരുന്നത്. ഇത് ആം ആദ്മി പാർട്ടിക്കുമുണ്ട്. അപ്പോൾ BJPക്കാരെ RSS കോൺഗ്രസ്സുകാരെ അംഗീകരിക്കണം. സ്ട്രോങ് ആണ് അവിടെ സ്ട്രോങ് ആണ്. അവർ ഡെലിവർ എനിക്കറിയുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അന്നത്തെ സർക്കാർ സ്കൂളിലെ സ്ഥിതി ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ട്. ഈ അഴിമതി ഒരുപാട് കുറച്ചു. ജലഭവൻ, വെള്ളവും കറണ്ടും അല്ലേ ജനങ്ങൾക്ക് വേണ്ടി, അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ അതുകൂടി കാണണം. നമ്മളൊരു വൺ സൈഡ് നിന്നുകൊണ്ട് ഒരു ഇത് മാത്രം BJP അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടി ജയിച്ചു പോകും? അല്ല, അത് 2 കാര്യമുണ്ട്. ആം ആദ്മി പാർട്ടി അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്, CPM പിന്നെ ലോക്സഭയിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന പോലെയാണ്. അവർക്കൊരു ദേശീയ തലത്തിൽ അവർക്കൊരു ക്ലൗട്ട് വന്നു കഴിഞ്ഞാൽ അത് മാറും. പിന്നെ മോഡി ഡെലിവർ ചെയ്യുന്നുണ്ട്, ദേശീയ തലത്തിൽ മോഡി ഡെലിവർ ചെയ്യുന്നുണ്ട്. അതല്ലേ സംഭവം. ദേശീയ തലത്തെ പൊളിറ്റിക്സ് വേറെയാണ്, അവിടെ മോഡിയും ഡെലിവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഡൽഹി എന്ന് വെച്ചാൽ പണ്ടേ RSS നല്ല സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലമാണ്. ഡൽഹി, മധ്യപ്രദേശ്, ജമ്മു കാശ്മീർ, ഇതാണ് പണ്ടത്തെ RSSൻ്റെ സ്ട്രോങ് ഹോൾഡ്. മനസ്സിലായില്ലേ? പണ്ടേ ജനസംഘത്തിൻ്റെ സമയത്ത്. പിന്നെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ആണ്
അന്ന് RSSന് അല്ലെങ്കിൽ ജനസംഘത്തിന് അധികാരത്തിൽ വരാൻ ഒരു ശേഷി ഇല്ലാത്തതുകൊണ്ടാണ്, RSS പറയുന്നത് അർത്ഥമല്ല, ജനസംഘത്തിന് വരാൻ ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തത്. ഇപ്പം BJP അധികാരത്തിൽ വരാൻ ശേഷിയുള്ള സമയത്ത് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ് ക്ലിയർ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.